തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജിയിൽ വിവാദം തുടരുകയാണ്. രാജി കാരണം എന്താണ് എന്ന് വ്യക്തമാക്കാൻ അരുൺ ഗോയലോ കേന്ദ്ര സർക്കാരോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നൊരു സാഹചര്യവും ഉണ്ട്. പുതിയ കമ്മീഷണർമാരെ നിയമിക്കാനുള്ള യോഗം ഈ മാസം 14-നോ 15-നോ ചേരും എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ ജമ്മു കാശ്മീർ സന്ദർശിക്കാനും ഇരിക്കുന്നുണ്ട്. രാകേഷ്, ഇതിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ പുറത്തുവരുന്നുണ്ട്. NCPയുടെയും ശിവസേനയുടെയും ഒക്കെ ചിഹ്നം അനുവദിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള തർക്കമാണ് ഗോയലിന്റെ രാജിയിലേക്ക് നയിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പുറത്തുവരുന്നത്. സ്ഥിരീകരിക്കാവുന്ന എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ അക്കാര്യവുമായി ബന്ധപ്പെട്ട്? ഒപ്പം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം എന്നത് കാത്തിരിക്കുകയാണ് രാജ്യം. കമ്മീഷന്റെ ജമ്മുകാശ്മീർ സന്ദർശനമൊക്കെ നടക്കുന്നു. എപ്പോഴേക്ക് പുതിയ കമ്മീഷണറുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? രേണുക, ഏതായാലും അരുൺ ഗോയലിന്റെ രാജിയെ തുടർന്നുണ്ടായ വിവാദങ്ങൾ കൊഴുക്കുകയാണ്. ഇപ്പോൾ രാജിവെച്ച് 2 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഒരു ഔദ്യോഗികമായ പ്രതികരണം അല്ലെങ്കിൽ എന്താണ് രാജിയിലേക്ക് നയിച്ച കാരണമെന്ന് സർക്കാരോ അരുൺ ഗോയലോ വിശദീകരിച്ചിട്ടില്ല. ഏതായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധം അല്ലെങ്കിൽ വിമർശനം കടുപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മമതാ ബാനർജി വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുകളിൽ ഡൽഹിയിൽ നിന്നുള്ള BJP നേതാക്കൾ കേന്ദ്രം വലിയ സമ്മർദ്ദം ചെലുത്തി, അതിന് വഴങ്ങാതിരുന്ന അരുൺ ഗോയലിനെ താൻ സല്യൂട്ട് ചെയ്യുന്നു എന്നാണ് ഇന്നലെ മമതാ ബാനർജി വ്യക്തമാക്കിയത്. കൂടുതൽ പ്രതിപക്ഷ നേതാക്കളും സമാനമായ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ സമ്മർദ്ദത്തിലാണോ പ്രവർത്തിക്കുന്നതെന്ന ചോദ്യം അഖിലേഷ് യാദവ് ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ അത്തരം വിമർശനം പ്രതിപക്ഷം ഒരു ഭാഗത്ത് ഉന്നയിക്കുന്നു. പക്ഷേ ഔദ്യോഗികമായ ഒരു പ്രതികരണം, എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിലൊരു വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അരുൺ ഗോയലിന്റെ ഭാഗത്തുനിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും കേന്ദ്രവുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അത് ഔദ്യോഗികമായ പ്രതികരണമല്ല. ഏതായാലും സർക്കാർ ഇപ്പോൾ ഒഴിവുള്ള 2 കമ്മീഷണർമാരുടെ ഒഴിവുകൾ നികത്താനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സമിതിയിൽ പ്രതിപക്ഷ നേതാവ് അംഗമാണ്. അപ്പോൾ കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവായ അധീർ രഞ്ജൻ ചൗധരിയാണ് സ്വാഭാവികമായും പ്രധാനമന്ത്രിയും ഈ സമിതിയിലുള്ള കേന്ദ്രമന്ത്രിയും കഴിഞ്ഞാലുള്ള മറ്റൊരു അംഗം. ഏതായാലും 15-ാം തീയതി അധീർ രഞ്ജൻ ചൗധരിയുടെ സമയം തേടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിനെ കേന്ദ്ര സർക്കാർ സമീപിച്ചിട്ടുണ്ട്. 14-ാം തീയതിയും ഒഴിവുണ്ടോ എന്ന കാര്യവും ഇതിനോടകം തന്നെ ആരാഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 14-ാം തീയതിയോ 15-ാം തീയതിയോ യോഗം ചേർന്നുകൊണ്ട് കമ്മീഷണർമാരെ നിയമിക്കാനുള്ള ആലോചനകളിലേക്ക് കടക്കാൻ തയ്യാറാവുകയാണ് കേന്ദ്രം. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ 2 കമ്മീഷണർമാരുടെ ഒഴിവുണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിനെ അതൊന്നും തന്നെ ബാധിക്കില്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ യാതൊരു തടസ്സവുമില്ല എന്നാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. നാളെയും മറ്റന്നാളുമായി കമ്മീഷന്റെ ജമ്മു കശ്മീർ സന്ദർശനം നടക്കുകയാണ്. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന സാഹചര്യം കൂടി കമ്മീഷൻ പരിശോധിക്കും. ഈ സന്ദർശനം കഴിഞ്ഞാലുടൻ തന്നെ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിക്കാനാണ് സാധ്യത. രേണുക. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികൾ പ്രചരണം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം ഇപ്പോൾ ഷാഫി പറമ്പിൽ വടകരയിൽ പ്രചരണം ആരംഭിക്കുന്നു. TPയുടെ വീട്ടിലേക്ക് ഷാഫി പറമ്പിൽ എത്തുന്നു. ഇന്ന് പ്രചരണം ആരംഭിക്കുമ്പോൾ ആദ്യ സന്ദർശനം TPയുടെ വീട്ടിലേക്കാണ്. അവിടെ നിന്നാണ് അദ്ദേഹം പ്രചരണം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ TP കേസ് പ്രധാന പ്രചരണ വിഷയമാകും അവിടെ എന്നത് ഉറപ്പിക്കാം. KK രമയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മുരളീധരനെ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് മാറ്റിയത് ആദ്യം ആരംഭിക്കൊക്കെ അതൃപ്തി ഉണ്ടായിരുന്നു ആ തീരുമാനത്തിലെങ്കിൽ പോലും ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കുന്നു. പ്രചാരണ രംഗത്ത് ഒറ്റക്കെട്ടാണ്. ഷാഫി പറമ്പിലിന് RB പ്രവർത്തകർ നൽകുന്ന സ്വീകരണം കൂടിയായി വേണം നമ്മൾ ഇതിനെ കാണാൻ.
MS അനീഷ് കുമാർ അവിടെ നിന്നും ചേരുകയാണ്. അനീഷ്, TP കേസിലെ കോടതി നടപടികൾ എന്തായാലും വടകരയിൽ ചർച്ചയാകുമെന്ന് ഉറപ്പായിരുന്നു. ഇപ്പോൾ പ്രചരണം ഷാഫി പറമ്പിൽ തുടങ്ങുന്നത് TPയുടെ വീട്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ മുഖ്യ പ്രചരണ വിഷയം TP കേസാകും എന്നുറപ്പിക്കാമോ? നേരത്തെ തന്നെ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. വടകരയിലെ പ്രധാന ഷാഫി പറമ്പിൽ വടകരയിലെത്തി ഇന്ന് പ്രചാരണം തുടങ്ങുകയാണ്. TPയുടെ വീട് സന്ദർശനത്തോടെയാണ് ഷാഫി പറമ്പിൽ പ്രചാരണ പരിപാടികൾ തുടങ്ങുന്നത്. RMP പ്രവർത്തകർ അവിടെ വലിയ സ്വീകരണം തന്നെ ഷാഫി പറമ്പിൽ ഒരുക്കിയിരിക്കുന്നു. അനീഷ്, തുടരാം. തീർച്ചയായും നേരത്തെ മുതൽ തന്നെ ഇക്കാര്യം പോലീസ് വ്യക്തമാക്കിയിരുന്നു. TPയുടെ ഓർമ്മകളാണ്, അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരായ വിജയെഴുത്ത് എന്ന രീതിയിൽ തന്നെയാണ് ഇത്തവണയും വടകരയിലെ തെരഞ്ഞെടുപ്പ് വിജയെ കാണാൻ കഴിയൂ എന്നാണ് വ്യക്തമാക്കിയത്. ഇന്നലെ കൺവെൻഷന്റെ അടക്കം ഷാഫി പറമ്പിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. നേരത്തെ മുതൽ തന്നെ ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടിരുന്ന ഒരു ആൾ കൂടിയാണ്. അതുകൊണ്ട് കെ മുരളീധരൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറി തൃശ്ശൂരിലേക്ക് പോയെങ്കിലും ഷാഫിയെ സ്വീകരിക്കാൻ ഒരു മടിയില്ല എന്ന് തന്നെയാണ് ആദ്യം വ്യക്തമാവുന്നത്. ആദ്യഘട്ടത്തിൽ ചെറിയ ഒരു ആശയക്കുഴപ്പമുണ്ടായെങ്കിലും പിന്നീട് മുരളീധരനോളം പോകുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കാൻ കഴിഞ്ഞു എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ RMP ക്യാമ്പിനുള്ളത്. എന്തായാലും അതനുസരിച്ചുള്ള സ്വീകരണം തന്നെ നൽകുന്നു. ഇന്നലെയാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും വടകരയിലേക്ക് എത്തിയത്. ആ വരവ് അക്ഷരാർത്ഥത്തിൽ സംഭവബഹുലമായിരുന്നു. കാരണം ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വിജയിച്ച ശേഷമുണ്ടാവുന്ന ആഹ്ലാദ പ്രകടനത്തിന് സമാനമായ രീതിയിലുള്ള ഒരു വരവേൽപ്പാണ് ഷാഫിക്ക് നൽകിയത്. പാലക്കാട്ട് നിന്നും പാലക്കാട്ടെ വോട്ടർമാർ അല്ലെങ്കിൽ പാലക്കാട്ടെ പ്രവർത്തകർ കണ്ണു നിറഞ്ഞാണ് ഷാഫിയെ വടകരയിലേക്ക് പറഞ്ഞയച്ചത്. അതിന് യോജിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു വരവേൽപ്പ് നൽകുകയും ചെയ്തു. എന്തായാലും കരുത്തുറ്റ ഒരു പോരാട്ടത്തിലേക്ക് വടകര നീങ്ങുന്ന കാഴ്ച. മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോയെങ്കിലും അതിന് പകരമായി എത്തിയ ആൾ ശൈലജ ടീച്ചർക്ക് ഒരു വലിയ എതിരാളിയായി തന്നെ മാറിയിരിക്കുന്നു എന്നതാണ് ആദ്യ ദിന കാഴ്ചയിൽ നിന്നും വ്യക്തമാവുന്നത്. എന്തായാലും ഷാഫി പറമ്പിൽ തന്റെ പ്രചാരണം ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ അദ്ദേഹം എത്തിയിരിക്കുന്നത് ഒഞ്ചിയത്തെ TP ചന്ദ്രശേഖരന്റെ വീട്ടിലേക്കാണ്. KK രമ MLA അടക്കമുള്ളവർ, പാർട്ടിയുടെ മറ്റു നേതാക്കൾ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ വീടിനകത്ത് ആണുള്ളത്. എന്തായാലും ഈ വീട്ടിൽ നിന്നുമാണ് ഔദ്യോഗികമായി അദ്ദേഹം തന്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നതെന്ന് അറിയിച്ചിരിക്കുന്നു. ഇനി മുൻ MP ആയ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വീട്ടിലും അദ്ദേഹം സന്ദർശനം നടത്തും. അതിനുശേഷമാണ് മറ്റ് ഔദ്യോഗിക പരിപാടികളുള്ളത്. ഇന്ന് എന്തായാലും വൈകുന്നേരത്തോടുകൂടി പാലക്കാട്ടേക്ക് അദ്ദേഹം തിരിച്ചു പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെ പാലക്കാട് ലോക്സഭാ കൺവെൻഷൻ നടക്കുന്ന ഒരു ദിവസമാണ്. എന്തായാലും അതിൽ അദ്ദേഹം പങ്കെടുക്കും. നേരത്തെ തന്നെ അദ്ദേഹമായിരുന്നു ഇത്തരം കാര്യങ്ങൾ പാലക്കാട്ട് ആസൂത്രണം ചെയ്തിരുന്നത്. എന്നാൽ വളരെ പെട്ടെന്നാണ് ഈ വടകരയിലേക്കുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം എത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നലെ വൈകിട്ട് വടകരയിലെത്തി. ഇന്നലെ കൺവെൻഷൻ കഴിഞ്ഞു. അതിനുശേഷം ഇന്ന് TPയുടെ വീട്ടിലും മറ്റു മുല്ലപ്പള്ളിയുടെ വീട്ടിലുമൊക്കെ പോയ ശേഷം വീണ്ടും തിരിച്ച് അദ്ദേഹം പാലക്കാട്ടേക്ക് തന്നെ പോകും. എന്തായാലും വലിയ ഒരു സ്വീകരണം, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത് ഏതാണ്ട് 3-3.5 മണിക്കൂറോളം വടകര പട്ടണത്തെ നിശ്ചലമാക്കിയ ഒരു സ്വീകരണമാണ് നൽകിയത്. അതിൽ ഈ യുവാക്കളുടെയും ഈ KSU പ്രവർത്തകർ അടക്കമുള്ളവരുടെയും സാന്നിധ്യം പ്രത്യേകമായി എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം അത്തരമൊരു ഈ പ്രചാരണത്തിലുടനീളം യുവജനങ്ങളുടെ ഒരു പിന്തുണ ഷാഫിക്ക് ഉണ്ടാവും എന്ന് ഈ പ്രകടനത്തിലൂടെ ഉറപ്പ് വന്നിരിക്കുന്നു എന്നാണ് UDF വൃത്തങ്ങൾ പറഞ്ഞതൊപ്പം ഈ കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായാണ് തിരുവനന്തപുരത്തു നിന്നും വടകരയിലേക്ക് K മുരളീധരൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെത്തിയത്. അന്നും ഇതേപോലൊരു സ്വീകരണം നൽകിയിരുന്നു. എന്നാൽ K മുരളീധരന് വടകര നൽകിയതിനേക്കാൾ വലിയ സ്വീകരണമാണ് ഷാഫിക്ക് നൽകിയതെന്ന് UDF പ്രവർത്തകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. എന്തായാലും വലിയ ഒരു മാറ്റം, ഈ വലിയ സ്ഥാനാർത്ഥി, അതായത് CPM-ന് വടകരയിൽ നിർണ്ണയിക്കാൻ പറ്റിയ അല്ലെങ്കിൽ മത്സരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും കരുത്തയായ സ്ഥാനാർത്ഥിയാണ് ശൈലജ ടീച്ചർ. ആ ശൈലജ ടീച്ചർക്ക് ഒത്ത എതിരാളി തന്നെയാണ് ഇപ്പോൾ ഷാഫിയിലൂടെ വന്നിരിക്കുന്നതെന്ന് എല്ലാവരും പറയുന്നു.
ഒരു വലിയ പോരാട്ടത്തിലേക്കാണ് വടകര ഇപ്പോൾ ചുവട് വെച്ച് നീങ്ങുന്നത്. അദ്ദേഹം വീടിനകത്ത് സന്ദർശനം നടത്തിയ ശേഷം ഇനി TP സ്മാരകത്തിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KK രമയും വേണു അടക്കമുള്ള മറ്റ് RMP നേതാക്കളും ഒപ്പമുണ്ട്. അവർ TP സ്മാരകത്തിലേക്ക് ഇനി പോകാൻ പോകുന്നു. എന്തായാലും ഷാഫി പറമ്പലിൻ്റെ പ്രചാരണം ഔദ്യോഗികമായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വലിയ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിനുള്ള ആദ്യ പോരാട്ടം തങ്ങൾ ഏറ്റവും പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി ഈ വടകരയിൽ ഉന്നയിക്കാൻ പോകുന്ന വിഷയം, അതിൽ തന്നെയാണ് ആദ്യത്തെ വരവ്. അതിൽ കേന്ദ്രീകരിച്ചായിരിക്കും തൻ്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടമെന്ന സൂചനകൾ തന്നെയാണ് കൃത്യമായി ഈ TPയുടെ വീട്ടിലെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടക്കം കുറിക്കുന്നതിലൂടെ ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ മാധ്യമങ്ങളോട് കഴിയുന്നത്. സംസാരിക്കുമോ ഈ ഘട്ടത്തിൽ ഷാഫി പറമ്പിൽ? അനീഷ്, തീർച്ചയായും അദ്ദേഹം അല്പസമയത്ത് സംസാരിക്കുമെന്ന് അറിയിച്ചിരുന്നു. രാവിലെ വളരെ ദീർഘമായി നമ്മോട് സംസാരിച്ചിരുന്നു. ഈ വടകരയിലെത്താനുള്ള അല്ലെങ്കിൽ പാലക്കാട്ടുകാർ നൽകിയ സ്നേഹമൊക്കെ എത്തരത്തിലാണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹം അല്പസമയത്തിനകം ഈ പുഷ്പാർച്ചന നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ഒരു കൂട്ടം പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇവിടെയുമുണ്ട്. പ്രധാനമായും RMP പ്രവർത്തകരുടെ ഒരു ആവേശമാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടത്. നിരവധി പ്രവർത്തകർ ഇവിടേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പരിപാടി എന്ന രീതിയിൽ, അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. രേണുക, മാധ്യമങ്ങളെ കാണുകയാണ്. പ്രചാരണം ഔദ്യോഗികമായി തുടക്കം അല്ല, ഇവിടെ വന്ന ശേഷമാണ് തുടങ്ങുന്നത്. ഇപ്പോൾ അത് ഇന്നലെ വൈകുന്നേരമാണ് ആദ്യമായിട്ട് വടകരയിൽ എത്തിയത് ഫിസിക്കലി. പക്ഷെ വെർച്വലി ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ പ്രചരണം വളരെ ശക്തമായി മണിക്കൂറുകൾ കൊണ്ട് തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ വന്ന് തുടങ്ങിയ സമയം തൊട്ട് തന്നെ വടകരയിൽ ആരംഭിച്ചിരുന്നു എന്നുള്ളത് പിന്നെ നവമാധ്യമങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ കൺവെൻഷൻ കഴിഞ്ഞു, പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കണ്ടു. ഇന്ന് ഇവിടെ TPയുടെ മുന്നിൽ നിന്ന് ഔപചാരികമായി അല്ലെങ്കിൽ പ്രചരണം പിന്നെ തുടങ്ങുകയാണ്. പിന്നെ ബഹുമാനനായ മുല്ലപ്പള്ളി സാറേയും ഇന്ന് കണ്ട്, അതുപോലെ പിന്നെ KP, പിന്നെ PKK,
KK തുടങ്ങിയ നേതാക്കന്മാരെല്ലാം കണ്ട് അവരുടെയൊക്കെ അനുഗ്രഹം മേടിച്ച് പ്രവർത്തനത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് വൈകുന്നേരം പാലക്കാട് സ്ഥാനാർത്ഥിയുടെ പാർലമെന്റ് കൺവെൻഷൻ ഉണ്ട്, VK ശ്രീകണ്ഠൻ്റെ, അവിടെ ഒന്ന് പോകേണ്ടതുണ്ട്. എന്തായാലും വടകരയിലെ ജനങ്ങൾ ഇന്നലെ നൽകിയ ഊഷ്മളമായ വരവേൽപ്പും ഉജ്ജ്വലമായ സ്വീകരണവും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ഏറ്റവും വലിയ പ്രചോദനവും കരുത്തുമാണ്. ജയിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തോടെ ചുവടുകൾ വെക്കാൻ വടകര ഹൃദയം കൊണ്ട് നൽകിയ സ്വീകരണം കൊണ്ട് സാധ്യമായിട്ടുണ്ട്. ഞാൻ അവിടുന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം എത്രയാണോ അതിൻ്റെ ഇരട്ടിയിലാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഞാൻ വന്ന് നിൽക്കുന്നത്. TP വധം തന്നെയാണോ നിങ്ങളുടെ പ്രധാന പ്രചാരണ വിഷയം? കാരണം ഹൈക്കോടതി വിധി എത്തിയിട്ട് അധികം നാളായിട്ടില്ല. അല്ല, അത് CPM ചോദിക്കുന്നത് കണ്ടു, ഇത്ര വർഷമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു. അത് വർഷം കഴിഞ്ഞിട്ടും അത് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത് അവരുടെ മനോഭാവത്തിലൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. TPയെ കൊല്ലാനിട്ട ഉത്തരവും TPയെ കൊല്ലാൻ ഉപയോഗിച്ച ഗുണ്ടകളും TPയെ കൊല്ലാൻ ഉപയോഗിച്ച ആശയങ്ങളും ആയുധങ്ങളും ഒക്കെ അവരതിങ്ങനെ കാലാകാലങ്ങളിൽ അത് എടുത്തുകൊണ്ടിരിക്കുക, പിന്നെയും ആ കൊന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക, അതിൻ്റെ അവരുടെ പ്രതികളുമൊത്തുള്ള ആഘോഷങ്ങളുടെ ഭാഗമാവുക, ജയിലിൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതിൻ്റെ ശേഷവും സമാനമായ ഇൻസിഡൻസ് പലയിടങ്ങളിലും നടക്കാന്ന് പറയുമ്പോൾ ഇതൊരു ഐഡിയോളജിക്കൽ ഫൈറ്റാണ്. കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ആശയപരമായൊരു പോരാട്ടമാണ്. കൊലപാതക രാഷ്ട്രീയം എന്ന് നിൽക്കുന്നു അന്ന് അതിനെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ നിൽക്കും. വടകരയിൽ TP കേസ് തന്നെയാണ് പ്രധാന പ്രചരണ വിഷയം എന്ന് ഷാഫി പറമ്പിൽ പറയുകയാണ്. TPയുടെ വീട് സന്ദർശിച്ച് അവിടെ സ്മൃതി മണ്ഡപവും സന്ദർശിച്ച് അവിടെ നിന്ന് പ്രചരണം ആരംഭിക്കുകയാണ് ഷാഫി പറമ്പിൽ. അവിടെ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഇന്ന് ശശി തരൂരും പ്രചരണ രംഗത്ത് സജീവമാകാൻ ഇരിക്കുകയാണ്. ഡാൻ, ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുന്നതിന് മുൻപ് തന്നെ പ്രചരണമൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ടായിരുന്നു എന്ന് തരൂർ ക്യാമ്പ് അവകാശപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും ഔദ്യോഗികമായി ഇന്ന് പ്രചരണം തുടങ്ങുകയാണ് തിരുവനന്തപുരത്ത്. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? രേണുക, അദ്ദേഹം ഇന്നലെ വൈകിട്ടാണ് ഡൽഹിയിൽ നിന്ന് തിരികെ എത്തിയത്. അവിടെ മാധ്യമങ്ങളെ അദ്ദേഹം കണ്ടിരുന്നു. അവിടെ ശശി തരൂർ വ്യക്തമാക്കിയത് താൻ തിരുവനന്തപുരത്തിന് പുതിയൊരു മുഖമല്ല, അതുകൊണ്ട് തനിക്ക് അങ്ങനെ റോഡ് ഷോ നടത്തി പെട്ടെന്ന് പേരെടുക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്ങനെയായിരുന്നു ഈ 15 വർഷം അങ്ങനെ തന്നെയായിരിക്കും മുമ്പോട്ടും. അതുകൊണ്ട് പ്രത്യേക ഒരു പ്രചാരണ ശൈലിയൊന്നും അദ്ദേഹത്തിനില്ല. സാധാരണ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരിക്കും പ്രവർത്തകർക്കിടയിലേക്ക്, ജനങ്ങൾക്കിടയിലേക്ക് താൻ എത്തുക എന്ന് തന്നെയാണ് തരൂർ വ്യക്തമാക്കിയത്. എന്തായാലും ഇന്ന് രാവിലെ DCC നേതൃയോഗത്തോടെയാണ് ഔദ്യോഗികമായ പരിപാടികൾ തുടങ്ങുന്നത്. ആ DCCയുടെ നേതൃയോഗത്തിലായിരിക്കും 1307 ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലവിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അത് ഏത് തരത്തിലേക്കാണ് ഇനി മാറ്റേണ്ടത്, മറ്റ് തരത്തിൽ പ്രചാരണ പരിപാടികൾ എങ്ങനെയൊക്കെ ആയിരിക്കണം നടത്തേണ്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ധാരണയുണ്ടാക്കുക. സ്വാഭാവികമായി തിരുവനന്തപുരത്തെ സംബന്ധിച്ച് മതമേലധ്യക്ഷന്മാരടക്കം ഒരുപാട് സാംസ്കാരിക നായകന്മാരൊക്കെ ഉള്ളൊരു മണ്ണാണ്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ വസതികൾ സന്ദർശിച്ച് അവരുടെ പിന്തുണ തേടുന്ന ഒരു സ്വാഭാവികമായ ശൈലിയിലാണ് പ്രചാരണം എല്ലാവരും തുടങ്ങുന്നത്. അതേ ശൈലിയിൽ തന്നെയായിരിക്കും തരൂരും ഔദ്യോഗികമായ പ്രചാരണത്തിന് തുടക്കമിടുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും രാവിലെ 10 മണിക്കാണ് DCCയുടെ നേതൃയോഗം. ആ നേതൃയോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്തിക്കൊണ്ടായിരിക്കും ഇന്നത്തെ തരൂരിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുക. ശരി, എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പൂർണ്ണമായും പ്രചരണ രംഗത്തേക്ക് എത്തുകയാണ്. ശശി തരൂരിന്റെ പ്രചരണം തിരുവനന്തപുരത്ത് ആരംഭിക്കുകയാണ്. ഡാൻ കുര്യനാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. മറ്റ് സ്ഥാനാർത്ഥി വിശേഷങ്ങളിലേക്ക് വരാം, പ്രചരണ വിശേഷങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജിയിൽ വിവാദം. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെയുള്ള രാജി ആശങ്കാജനകമെന്ന് പ്രതിപക്ഷം. രാജിയുടെ കാരണം വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചതോടെ 3-അംഗ കമ്മീഷനിൽ നിലവിലുള്ളത് മുഖ്യ കമ്മീഷണർ മാത്രം. ഒരു കമ്മീഷണർ കഴിഞ്ഞ മാസം വിരമിച്ചിരുന്നു. രാജിയുടെ പശ്ചാത്തലത്തിൽ കമ്മീഷണർമാരെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ. കേരളത്തിൽ 3 മുന്നണികളുടെയും പ്രധാന സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞു. വോട്ടുറപ്പിക്കാനായി പ്രചാരണം കൊഴുപ്പിച്ചു മുന്നണികൾ. പ്രചാരണത്തിന് വെല്ലുവിളിയായി വേനൽ ചൂട്. കെ മുരളീധരൻ
മുരളീധരൻ കൂടി വന്നതോടെ കളം നിറഞ്ഞു തൃശൂർ. കെ കരുണാകരന്റെ ലെഗസി മുതൽ വികസന രാഷ്ട്രീയം വരെ ചർച്ചയാകുന്നു. 3 മുന്നണികളും ഒരുപോലെ വിജയപ്രതീക്ഷയിൽ. ആലപ്പുഴയിൽ KC വേണുഗോപാൽ ഇന്നെത്തും. ആവേശോജ്വല സ്വീകരണമൊരുക്കാൻ പ്രവർത്തകർ. KC വേണുഗോപാലിന് ഇത് ആലപ്പുഴയിൽ 3ാം അംഗം. ഡൽഹിയിൽ നിന്ന് ശശി തരൂർ ഇന്ന് തലസ്ഥാനത്ത് മടങ്ങിയെത്തും. മതമേലധ്യക്ഷന്മാർ, സാംസ്കാരിക നായകർ, പൗരപ്രമുഖർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ബൂത്ത് തലം മുതൽ ഊർജിതമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നതെന്ന് DCC അധ്യക്ഷൻ പാലോട് രവി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു പിന്നാലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെല്ലാം ഇന്നലെയും ഇന്നുമായി പ്രചാരണം തുടങ്ങി. കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ മണ്ഡലത്തിൽ ഇനി എത്താനുള്ളത് രാഹുൽ ഗാന്ധി മാത്രം. 3 സംസ്ഥാനങ്ങളിലെ വനം മന്ത്രിമാരുടെ യോഗം ഇന്ന്. കേരള, തമിഴ്നാട്, കർണാടക. ആലപ്പുഴയിലും പ്രചരണം ഊർജിതമായി തുടങ്ങിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ആരിഫ് ഇതിനോടകം തന്നെ പ്രചരണ രംഗത്ത് സജീവമാണ്. തനിക്കെതിരെ ബോധപൂർവം വർഗീയ പ്രചാരണം നടത്തുന്നതായി LDF സ്ഥാനാർത്ഥി AM ആരിഫ് ന്യൂസ് 8നോട് പറഞ്ഞു. കോൺഗ്രസും BJPയുമാണ് ഇതിന് പിന്നിൽ. ചിത്രങ്ങളടക്കം തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ഇതര മതവിഭാഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നതായും AM ആരിഫ് ആരോപിച്ചു. വർഗീയമായി ആക്രമിക്കുക. ഞാൻ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ വന്നതല്ലേ, തല്ലുകൊണ്ട് അടികൊണ്ട് ജയിലിൽ കിടന്ന് ഒക്കെ വളർന്നു വന്നല്ല, അതായത് ആകാശത്ത് കെട്ടിറക്കിയതാണോ? അത് ഒരു ഇടതുപക്ഷ നേതാവിന് ഒരു വർഗീയ മുഖം ഉണ്ടാക്കാനായി ബോധപൂർവ്വം ഒരു ശ്രമം നടന്നു എന്നുള്ളതാണ്. അത് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ അജണ്ടയായി തന്നെ BJPയും കോൺഗ്രസും എടുത്തിരിക്കുന്നത് എന്റെ ഈ പ്രസ്താവന 5 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ പറഞ്ഞതിന് കട്ട് ചെയ്ത് അവരുപയോഗിച്ചു പോട്ടെ. BJP അത് അങ്ങനെയാണ്. BJPയുടെ പൊളിറ്റിക്സ് തന്നെ അതാണ്, വർഗീയ രാഷ്ട്രീയമാണ്. അവരത് ഉപയോഗിച്ചോട്ടെ. കോൺഗ്രസ്സുകാരത് പിന്തുടരാവോ? അതിന്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടും? BJPക്ക് കിട്ടും. അതാ. അപ്പൊ അതൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നാണ്, വളരെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. നമ്മളൊരിക്കലും ഒരു എല്ലാ മതം ഇപ്പൊ ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചു. നമ്മൾ പിന്നെ ഓച്ചിറ ക്ഷേത്രത്തിന്റെ അവിടെ വോട്ട് പിടിക്കാനായിട്ട് ചെന്നു. അപ്പോൾ അവിടെ പൂജാരിയായിട്ട് നിൽക്കുന്ന ഒരു പഴയ എൽസിയോംബ്ര ക്ഷേത്രത്തിന്റെ നടയിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വാസകാവ്യോ വാ വാ എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം കഴുത്തിലിട്ട മുല്ലപ്പൂമാല ഞാൻ ഊരിയില്ല. അങ്ങോട്ട് ചെന്നപ്പോൾ ഇദ്ദേഹം ജയിച്ചു വരും ഉറപ്പ് എന്നും പറഞ്ഞ് ഒരിതിട്ടു. നമ്മളിതൊന്നും തടയാനോ പിടിക്കാനോ ഒന്നും പറയത്തില്ലല്ലോ. സ്വാഭാവികമായി എല്ലാ മതങ്ങളെയും നമ്മൾ വിശ്വസിക്കുന്നതാണ്. എല്ലാ മതങ്ങളുടെയും ഞാൻ പോയിട്ടുള്ള അത്ര ക്ഷേത്രങ്ങളിൽ ഒട്ടുമിക്ക ഹിന്ദുക്കളും പോയിട്ടില്ല. ഹരിദ്വാർ, ഋഷികേശ് എല്ലാം പോയിട്ടുണ്ട്. ഞാൻ മക്ക, മദീന എല്ലാം പോയിട്ടുണ്ട്. സെന്റ് പോൾസ് കത്തീഡ്രൽ പോയിട്ടുണ്ട് ലണ്ടനിൽ. നമ്മൾ എല്ലാ ദേവാലയങ്ങളും പോകും, എല്ലാ സ്ഥലത്തും പോകും, എല്ലാം ബഹുമാനിക്കും. അപ്പോൾ മാതാ അമൃതാനന്ദമയി മഠത്തിൽ പോയിട്ടുണ്ട്, പിന്നെ മണ്ണാർശാലയിൽ പോയിട്ടുണ്ട്. എല്ലാ മുസ്ലിം എല്ലാ മുസ്ലിം പള്ളികളിലെയും വിവിധ ആഘോഷ പരിപാടികളെല്ലാം ക്ഷണിക്കാറുണ്ട്. ഞാൻ നോമ്പനുഷ്ഠിക്കും, എല്ലാം ചെയ്യുന്ന ആളാണ്. വെള്ളിയാഴ്ച ദിവസങ്ങൾ പള്ളിയിൽ പോകുന്ന ആളാണ്. ഇതെല്ലാം ഉണ്ട്. ഞാൻ കുറി തൊട്ടത് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഈ മണ്ഡലത്തിലെ ഇനി ഒരു മുസ്ലിം പേരുകാരനുണ്ടോ അവർ കാണാൻ വേറെ ആരും ബാക്കിയില്ല. അത്ര രൂപത്തിലാണ് കോൺഗ്രസ് പ്രചരണം നടത്തിയിരിക്കുന്നത്. ഇതൊക്കെ നേരും നെറിയുമുള്ളൊരു പൊളിറ്റിക്സാണ്. ഞാൻ ഇപ്പോൾ ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വീടുകളിൽ എത്തിക്കുകയാണ്. ഞാൻ പിന്നെ ബഹുദൈവ ആരാധകനാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഏതാ അത്തരത്തിലുള്ള അതാണ് അദ്ദേഹം പറയുന്നത്. മാധ്യമങ്ങളിൽ നിന്നും അടക്കം അത്തരം വിമർശനങ്ങൾ പറയാത്ത വാചകങ്ങളെ വെട്ടിമുറിച്ച് നടത്തിയെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ ഒരു വർഗീയ പ്രചരണത്തിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രചരണം ഉണ്ടാവരുത് എന്നുള്ളതാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ. എനിക്കിതിലൊന്നും ഞാൻ വിഷമമുണ്ടെങ്കിൽ പോലും ഞാനത് രാഷ്ട്രീയം കൊണ്ട് കരിച്ചിലെ ഞാൻ 3ാമത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇതുപോലെ ഒരു ആഘോഷ ചടങ്ങിൽ ഒരു അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഞാൻ അമ്പലത്തിലോട്ട് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ചെണ്ടയും കൂട്ടി വരുന്നത്. ഇദ്ദേഹം എന്നെ കണ്ട സന്തോഷത്തിന് ഈ ചെണ്ട എടുത്ത് എന്റെ കഴുത്തിലോട്ട് ഇട്ടു. കണ്ട് കോലിഞ്ഞ് നിന്നു. ഞാൻ ചെണ്ട കൊട്ടിക്കൊണ്ട് പോയി. അപ്പൊ ഈ കളറെല്ലാം കൂടെ വാരി എന്റെ മുഖത്തെറിഞ്ഞ് ഇതുണ്ടല്ലോ ഹോളി ആഘോഷം പോലെ എല്ലാം കൂടി ഇട്ട് ഞാൻ ഈ കളറും ഒക്കെ ഇട്ട് ഈ ചെണ്ടയും കൊട്ടി അമ്പലത്തിൽ കൂടെ നടക്കുന്ന പടം എടുത്തു. ആ പടം അന്നത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പടമായിട്ട് ഒരു ആപ്പിൾ ഫോൺ കിട്ടിയ ഫോട്ടോഗ്രാഫർക്ക് ഒരു മനോരമ നടത്തിയ മത്സരത്തിൽ ഏറ്റവും നല്ല ഫോട്ടോ അതവൻ കൊണ്ടുപോയി. എന്തായാലും വർഗീയ പ്രചരണത്തിന് ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്നതാണ് AM ആരിഫ് ആരോപിക്കുന്നത്. കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് കിട്ടിയ ഏക സീറ്റ് നിലനിർത്താൻ തീവ്ര പരിശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുമുള്ളത്. ആ രീതിയിലുള്ള പ്രചാരണ പരിപാടികളാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. അതേസമയം ആലപ്പുഴയിലെ
UDF സ്ഥാനാർത്ഥി സംഘടനാ കാര്യങ്ങളുടെ തിരക്കിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി KC വേണുഗോപാൽ ഇന്ന് വയനാട്ടിലാണ്. രാവിലെ 9 മണിക്ക് കൽപ്പറ്റ ഹോളിഡേയ്സ് ഹോട്ടൽ ഹാളിൽ നടക്കുന്ന UDF നേതൃയോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ KPCC DCC ഭാരവാഹികൾ, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള UDF ഘടകകക്ഷി നേതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. രാഹുൽ ഗാന്ധി MP മണ്ഡലത്തിൽ 2ാം അംഗത്തിനെത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് യോഗം ചേരുന്നത്. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേതൃയോഗത്തിൽ ചർച്ചയാകും. ഇപ്പോൾ ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, ആലപ്പുഴയിൽ വർഗീയ പ്രചരണം നടത്താനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് AM ആരിഫ് ആരോപിക്കുന്നു. അതേസമയം KC വേണുഗോപാൽ സംഘടനാ കാര്യങ്ങളുമായി തിരക്കിലാണ്. എങ്ങനെയാണ് ഇന്നത്തെ പ്രചരണ പരിപാടികൾ അവിടെ? രേണുക, ആലപ്പുഴയിൽ തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതോടുകൂടി വലിയ ഒരു ആവേശ ചൂടിലേക്ക് ആലപ്പുഴ നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങൾ നടക്കുന്ന ഇത്തവണത്തെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് ആലപ്പുഴ. പ്രത്യേകിച്ച് കഴിഞ്ഞ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതിന് വേണ്ടി AM ആരിഫ് ഇറങ്ങുന്നു. AICCയുടെ കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖ നേതാവായ KC വേണുഗോപാൽ മത്സരിക്കുന്നു. NDAയുടേതാണെങ്കിൽ NDAയിൽ എല്ലാ തവണ തിരഞ്ഞെടുപ്പിലും തന്റെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ വോട്ട് നില വർദ്ധിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു. അത്തരത്തിൽ ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഒരു തീപാറുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ വരെ UDF ചിത്രം വ്യക്തമായിരുന്നില്ല. പ്രത്യേകിച്ച് UDFന്റെ മറ്റ് മണ്ഡലങ്ങളിലെ ചിത്രങ്ങൾ ധാരണയുണ്ടായിരുന്നുവെങ്കിൽ പോലും ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുമോ എന്നുള്ളതായിരുന്നു പ്രധാനമായ ചോദ്യചിഹ്നം. എന്തായാലും അത്തരത്തിൽ KC വേണുഗോപാൽ മത്സര രംഗത്തേക്ക് എത്തുക കൂടി ചെയ്തതോടെ ഇവിടെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ, പരസ്പരമുള്ള പ്രചരണങ്ങളും മറ്റ് തന്ത്രങ്ങളുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുന്നിട്ടിറങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ KCയുടെ റോഡ് ഷോ ഉണ്ടായിരുന്നു. വലിയ ആവേശത്തോടെ ആ റോഡ് ഷോ കടന്നുപോയപ്പോൾ പ്രത്യേകിച്ച് തീരദേശം അടക്കമുള്ള മേഖലകളിൽ വലിയ ആവേശം ആ റോഡ് ഷോയ്ക്ക് കൊടുക്കാൻ, ഒരു ട്രെൻഡ് ഉണ്ടാക്കാനായി അവർക്ക് കഴിഞ്ഞിരുന്നു. അത് അത്തരത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ AM ആരിഫിന് വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ AM ആരിഫിന് അത്തരം ഒരു KC പ്രചരണത്തിൽ ഇറങ്ങുമ്പോൾ ഒരു പ്രചരണത്തിന്റെ ആദ്യ ഘട്ടം തന്നെ പൂർത്തീകരിക്കാൻ ആരിഫിന് കഴിഞ്ഞു എന്നുള്ള മേൽക്കോയ്മ ഇടതുപക്ഷത്തിനുമുണ്ട്. അത്തരത്തിൽ അവർക്ക് ഒരു 2ാം തവണ പ്രചരണത്തിലേക്ക് അവർ കടക്കുന്നു. റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ AM ആരിഫ് ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാനായി AM ആരിഫിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്നും നമ്മൾ അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് വർഗീയമായി തനിക്കെതിരെ ഉള്ള ഒരു വിദ്വേഷ പ്രചരണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. വിവിധ ക്ഷേത്രങ്ങളിലുമൊക്കെ ചെല്ലുമ്പോൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളെ, ആ ചിത്രങ്ങളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ഇതര മതസ്ഥരുടെ ഇടയിൽ അത് പ്രചരിപ്പിച്ചുകൊണ്ട് വർഗീയ വിദ്വേഷം വളർത്തുന്ന രീതിയിൽ തനിക്കെതിരെ പ്രചരണം നടക്കുന്നു എന്നുള്ളതാണ് AM ആരിഫ് ഇന്ന് പ്രധാനമായി ഉന്നയിച്ച ഒരു അദ്ദേഹത്തിന്റെ ആരോപണം. അദ്ദേഹം ഉന്നയിക്കുന്ന പരാതി അതാണ്. അതേസമയം തന്നെ ആലപ്പുഴ മണ്ഡലത്തിൽ, ആലപ്പുഴ ജില്ലയിൽ 2 മണ്ഡലങ്ങളാണുള്ളത്. മാവേലിക്കരയും ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലവും. മാവേലിക്കരയിലും കൊടിക്കുന്നിൽ സുരേഷ് തന്റെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം അവിടെ അരുൺകുമാറാണ്, CPIയുടെ തന്നെ സ്ഥാനാർത്ഥിയായ അരുൺകുമാറാണ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അരുണിനും പ്രചരണത്തിന്റെ ആദ്യഘട്ടവുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കോ UDFന്റെ സ്ഥാനാർത്ഥികൾക്കോ ഇവിടെ പ്രചരണത്തിന് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പ്രത്യക്ഷത്തിലേക്ക് ആ പ്രഖ്യാപനം കഴിഞ്ഞ് പ്രത്യക്ഷ പ്രചരണത്തിലേക്ക് എല്ലാവരും ഇറങ്ങിയതോടുകൂടി തെരഞ്ഞെടുപ്പ് കളം വളരെ ചൂടുപിടിച്ച് തന്നെ പോകുന്നു. ഇന്ന് BDJSന്റെ, അതായത് മാവേലിക്കരയിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് BDJS ആണ്. BDJSന്റെ ബൈജു കലാശാല ഇന്ന് ഭരിച്ച ആത്മഹത്യ ചെയ്ത കർഷകൻ P. പ്രസാദിന്റെ വീട്ടിലെത്തി അവിടെ കർഷകരുമായി, P. പ്രസാദിന്റെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയാണ് പ്രചരണത്തിന് തുടക്കമാവുക. അങ്ങനെ മാവേലിക്കര മണ്ഡലത്തിൽ ഇന്ന് 3 സ്ഥാനാർത്ഥികളുമുണ്ട്. കൊടിക്കുന്നിൽ സുരേഷും ഒപ്പം തന്നെ അരുണും, LDF സ്ഥാനാർത്ഥിയായ അരുണും NDA സ്ഥാനാർത്ഥിയായ ബൈജു കലാശാലയും ഇന്ന് പ്രചരണവുമായി ഉള്ളപ്പോൾ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഇന്ന് കായംകുളം, കരുനാഗപ്പള്ളി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ജില്ലയുടെ തെക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള
പ്രചരണത്തിലാണ് ഇന്നുള്ളത്. AM ആരിഫും കായംകുളത്തേക്കാണ് അദ്ദേഹം രാവിലെ പോയിട്ടുള്ളത്. അതേസമയം തന്നെ KC വേണുഗോപാൽ ഇന്ന് സംഘടനാ ചുമതലകളുമായി ബന്ധപ്പെട്ട് വയനാട്ടിലേക്ക് ഇന്നലെ വൈകിട്ട് അദ്ദേഹത്തിന്റെ റാലി നടന്നിരുന്നുവെങ്കിലും അത് പൂർത്തീകരിക്കാൻ കഴിയാത്തത്ര തിരക്ക് ഉണ്ടായി. പലയിടങ്ങളിലും വിചാരിച്ച രീതിയിൽ റാലി മുന്നോട്ട് പോകാനായി പ്രവർത്തകരുടെ തിരക്ക് മൂലം കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ഹരിപ്പാട് മുതുകുളത്ത്, അതായത് കരുനാഗപ്പള്ളി വരെ ആയിരുന്നു റോഡ് ഷോ തീരുമാനിച്ചിരുന്നെങ്കിലും ഏറെ വൈകി മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് മുതുകുളത്ത് റോഡ് ഷോ ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂട് പിടിച്ചിരിക്കുകയാണ്. എന്തായാലും ചിത്രം വ്യക്തമായതോടുകൂടി വാശിയേറിയ പ്രചരണമാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. ശരണ്യ സ്നേഹിതനാണ് വിവരങ്ങൾ നൽകിയത്. തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെ BDJSന്റെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ പ്രവർത്തിക്കുമെന്ന് SNDP സംരക്ഷണ സമിതി. സംസ്ഥാനത്തൊട്ടാകെ ഇത്തരം മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തുമെന്നാണ് പ്രഖ്യാപനം. വെള്ളാപ്പള്ളി നടേശന്റെ ആശീർവാദം സ്വീകരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കെതിരെയും സമാനമായ നിലപാടാണുള്ളതെന്ന് സംരക്ഷണ സമിതി പറയുന്നു. SNDP സംരക്ഷണ വേദിയാണ് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെ BDJSന്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കും എന്നതാണ് അവർ സംസ്ഥാന കമ്മിറ്റി യോഗം കോട്ടയത്ത് ചേർന്ന ശേഷം അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചാൽ NDAക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കില്ല. ഞങ്ങൾ വെല്ലുവിളിച്ച് സാധിക്കില്ല, ഞങ്ങൾ കാണിക്കാൻ സാധിക്കും. അത്രയ്ക്ക് കൊള നടത്തിക്കുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിൽ വെള്ളാപ്പള്ളി മകൻ നടന്ന സകല കൊളകളും പുറത്തു വരാൻ പോവുകയാണ്. കാരണം ഇത് പല കാരണങ്ങളും മൂടി വെച്ചാണ്. ആ മൂടി വെച്ച കാര്യങ്ങളെല്ലാം പുറത്തു വരാനുള്ള അവസരമായിട്ട് ഞങ്ങൾ വിനിയോഗിക്കുന്നു. സംരക്ഷണ സമിതി കേരളത്തിൻ്റെ അടുത്ത് ഇടപെട്ടുകൊണ്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ സമുദായത്തിൽ കാണിച്ച നിന്ദ്യമായ പ്രവർത്തികൾ മുഴുവൻ പുറത്തു കൊണ്ടുവരും. ഈ കൊള്ള ഒരിക്കലും അനുവദിക്കില്ല. അത് രംഗത്തേക്ക് ഒരു അവസരമായിട്ട് ഞങ്ങൾ വിനിയോഗിക്കുന്നതാണ് പറഞ്ഞ് എല്ലാവരെയും പിന്തുണയുണ്ടാക്കണം പറയാം. എന്തായാലും കേവലം തുഷാർ വെള്ളാപ്പള്ളിയെ മാത്രമല്ല മറ്റ് സ്ഥാനാർത്ഥികൾക്കെതിരെയും ഇതായിരിക്കും നിലപാട്. വെള്ളാപ്പള്ളിയുടെ ആശീർവാദം തേടുന്നവരോടും ഇതേ നിലപാട് തന്നെയായിരിക്കും ഉണ്ടാകുക എന്നവർ പറയുന്നു. പ്രത്യേകിച്ച് ഈ SNDPയെ കഴിഞ്ഞ കുറേ കാലങ്ങളായി വെള്ളാപ്പള്ളി നടേശൻ നശിപ്പിക്കുകയാണ് എന്നാണ് ഈ വിഭാഗത്തിന്റെ ഒരു ആരോപണമായി അവർ ഉന്നയിക്കുന്നത്. SNDPയുടെ ആസ്ഥാന മന്ദിരം അത് ജപ്തി നടപടികളിലാണ്. അത് പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും തുടർ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ പോയി വെള്ളാപ്പള്ളി നടേശന്റെ അനുഗ്രഹാശിസുകൾ വാങ്ങി മത്സര രംഗത്തേക്ക് വരുന്ന സ്ഥാനാർത്ഥികൾ സൂക്ഷിക്കുക. അവർക്കെതിരായും സമുദായ വികാരം ഈ സമുദായം തീർച്ചയായും പ്രതികരിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതിനുവേണ്ടിയുള്ള പ്രചരണ പരിപാടി SNDP യോഗത്തിൽ നടന്നു വരുന്ന മുഴുവൻ സംഭവവികാസങ്ങളെയും മുഴുവൻ കൊള്ളകളും കൊള്ളിവയ്പ്പുകളും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചർച്ചാ വിഷയമാക്കാൻ പോകുന്നു. സംസ്ഥാനത്തൊട്ടാകെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SNDPക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും കൂടുതൽ പ്രചരണം ശക്തമാക്കുമെന്നുമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കറിയാം, നേരത്തെ പലതരത്തിൽ തെരഞ്ഞെടുപ്പുകളിലടക്കം പല ഇടപെടലും ഗോകുലം ഗോപാൽ ഉൾപ്പെടെ പല നീക്കങ്ങളും നടത്തിയതാണ്. പക്ഷെ അതൊന്നും വിജയം കണ്ടില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ SNDP സംരക്ഷണ വേദി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഇവരുടെ സ്വാധീനം എത്രത്തോളം ആണ് എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനിരിക്കെയാണ് അതിന് തൊട്ടു മുൻപ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് ഇത്തരത്തിലൊരു പ്രഖ്യാപനവുമായി അവർ രംഗത്ത് വന്നു. എന്തായാലും NDA ഘടകകക്ഷിയായ BDJSന് SNDP സംരക്ഷണ സമിതിയുടെ ഈ നിലപാട് ഒരു ഭീഷണിയാണ്. അതേസമയം NDAയിൽ BJPയുടെ ഇനിയുള്ള അവശേഷിക്കുന്ന സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യത്തിലും ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. പ്രധാനപ്പെട്ട കൊല്ലം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. അതേസമയം BJPയുടെയും കോൺഗ്രസിന്റെയും തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് യോഗം ചേരുന്നുണ്ട്. രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നതിന് മുന്നോടിയായാണ് യോഗം ചേരുന്നത്. ER രാഗേഷ് അതിന്റെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗേഷ്, ഈ രണ്ടാം ഘട്ടത്തിൽ കേരളത്തിലെ അവശേഷിക്കുന്ന 4 ഇടങ്ങളിൽ BJPയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. അത് ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ദേശീയ തലത്തിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്? രേണുക, ആദ്യഘട്ടത്തിൽ BJP 195 മണ്ഡലങ്ങളിലും കോൺഗ്രസ് 39 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ BJPയുടെ 2 സ്ഥാനാർത്ഥികൾ പിന്മാറി. ഏതായാലും വൈകിട്ട് 6 മണിക്ക് ചേരുന്ന യോഗത്തിൽ പ്രധാനമായും മധ്യപ്രദേശ്, ഒപ്പം തന്നെ ഹരിയാന എന്നിവിടങ്ങളിലെയും തമിഴ്നാട്ടിലെയും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ്
ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. മാത്രവുമല്ല തമിഴ്നാട്ടിൽ ഇതിനോടകം തന്നെ OPS വിഭാഗം ADMKയിലെ OPS വിഭാഗം സഖ്യം ഉണ്ടാക്കാനുള്ള ചർച്ചകളും BJPയുമായി സഖ്യമുണ്ടാക്കാനുള്ള ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും കേരളത്തിൽ അവശേഷിക്കുന്ന BJP പ്രഖ്യാപിക്കാനുള്ള 4 സീറ്റുകളാണ്. ആദ്യഘട്ടത്തിൽ തന്നെ മറ്റിടങ്ങളിലൊക്കെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രണ്ടാം ഘട്ട പട്ടിക വരുമ്പോൾ സ്ഥാനാർത്ഥികളുടെ അവശേഷിക്കുന്ന 4 മണ്ഡലങ്ങളുടെയും ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 39ൽ 28 സീറ്റുകളും കേരളത്തിലെ 16 അടക്കം 28 സീറ്റുകളും ദക്ഷിണേന്ത്യയിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത പട്ടികയിൽ UP അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇടം പിടിക്കാനാണ് സാധ്യത. ഏതായാലും UP കോൺഗ്രസ് ഇതിനോടൊപ്പം തന്നെ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ളവർ തന്നെ അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കണം എന്നുള്ളതാണ്. റായ്ബറേലി MP ആയ സോണിയാഗാന്ധി ഇപ്പോൾ നിലവിൽ രാജ്യസഭാ അംഗമാണ്. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇവിടെ മത്സരിക്കണമെന്ന ആവശ്യമാണ് UP കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ അതോ റായ്ബറേലിക്ക് പോകുമോ എന്നാണ് അറിയാനുള്ളത്. ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാട് ഏതായാലും നിർണായകമാകും. കാരണം അമേഠി നിലവിൽ സ്മൃതി ഇറാനിയുടെ സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെയും കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ ഈ പ്രചാരണത്തിനും മറ്റുമായി അവിടെ കൂടുതൽ സമയം തങ്ങേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാട് നിർണായകമാകും. ഏതായാലും നിർണായകമായ 2 യോഗങ്ങൾ ഇന്ന് ചേരുകയാണ്. തീർച്ചയായും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നതുകൂടി പരിശോധിച്ചാൽ പശ്ചിമബംഗാളിലെ മുഴുവൻ സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും സഖ്യത്തിന് ഇപ്പോഴും സന്നദ്ധതയെ അറിയിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കുന്നതുവരെ വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട് എന്നാണ് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞത്. അതേസമയം മമതാ ബാനർജിക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തുവന്ന അധീർ രഞ്ജൻ ചൌധരി മമതയെ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് എന്ന് വിമർശിച്ചു. രാകേഷ്, നേരത്തെ AAPയുമായും SP-യുമായും ഒക്കെ നടന്ന ചർച്ച ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ പശ്ചിമബംഗാളിൽ മമത ഇടഞ്ഞു തന്നെയാണ്. ഒരു തരത്തിലുമുള്ള സമന്വയത്തിനും അവർ തയ്യാറാകുന്നില്ല. പക്ഷേ കോൺഗ്രസ് അനുനയ ശ്രമങ്ങൾ തുടരുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? അതിലിനി എന്തെങ്കിലും പ്രതീക്ഷ ബാക്കി വെക്കണമോ? അധീർ രഞ്ജൻ ചൌധരിക്കെതിരെ ക്രിക്കറ്റ് താരത്തെ വരെ ഇറക്കിയാണ് മമത തെരഞ്ഞെടുപ്പ് രംഗം കൊഴുപ്പിക്കുന്നത്. രേണുക, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും ഏതായാലും ബംഗാളിൽ ഇന്ത്യ സഖ്യം തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ ഇന്ത്യ സഖ്യത്തിലില്ല എന്ന് തന്നെ പറയാം. കാരണം 42 മണ്ഡലങ്ങളിലും അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആദ്യഘട്ടത്തിലൊക്കെ രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ കോൺഗ്രസുമായൊക്കെ അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്ന മമതാ ബാനർജി എങ്കിൽ പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ വിമർശനം മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 40 സീറ്റുകൾ പോലും കോൺഗ്രസിന് കിട്ടുമെന്നടക്കമുള്ള വിമർശനങ്ങളും അവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 42 സീറ്റുകളും സംസ്ഥാനത്തെ മുഴുവൻ സീറ്റുകളെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. രേണുക സൂചിപ്പിച്ചു തന്നെ ബർഹാംപൂർ അത് അധീർ രഞ്ജൻ ചൌധരിയുടെ സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളായി അധീർ രഞ്ജൻ അവിടെ വലിയ മാർജിനിൽ വിജയിക്കുന്നതാണ്. കഴിഞ്ഞ തവണ 80,000 വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണ്. അപ്പോൾ അവിടെ യൂസഫ് പഠാൻ എന്ന് പറയുന്ന മുൻ ഇന്ത്യൻ താരത്തെ ഇറക്കിക്കൊണ്ടൊരു പരീക്ഷണത്തിന് മമത തയ്യാറാവുകയാണ്. ഏതായാലും ഹൈക്കമാൻഡ് കോൺഗ്രസ് ദേശീയ നേതൃത്വം മമതയുമായുള്ളൊരു അന്യായത്തിന് ശ്രമിക്കുന്നുണ്ട്. 5 സീറ്റെങ്കിൽ 5 സീറ്റ് അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടക്കാം. കാരണം ഖർഗെ പ്രതികരണം അതാണ് സൂചിപ്പിക്കുന്നത്. കാരണം പത്രിക സമർപ്പിക്കാനുള്ള സമയമുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് പോലുമില്ല. ഈ ഒരു ഘട്ടത്തിൽ വാതിലുകൾ തുറന്നു കിടക്കുന്നു എന്നാണ് ഖർഗെ പ്രതികരിച്ചത്. പക്ഷേ സംസ്ഥാന ഘടകം പ്രത്യേകിച്ച് അധീർ രഞ്ജൻ ചൌധരി അടക്കമുള്ള നേതാക്കൾ മമതയുമായി സഖ്യം വേണ്ടാമെന്നായിരുന്നു ആദ്യത്തെ നിലപാട്. അതേ ഭാഷയിൽ തന്നെ അതേ വിമർശനം തന്നെ അധീർ രഞ്ജൻ തുടരുകയും ചെയ്യുന്നു. അതായത് അധീർ രഞ്ജൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മമതയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ്. അത് നേതൃത്വം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് യൂസഫ് പഠാനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് പോലും BJPയെ സഹായിക്കാനാണെന്ന വിമർശനമാണ് ഇപ്പോൾ അധീർ രഞ്ജൻ ചൌധരി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ 42 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിൽ നിന്ന് മമത പിന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. രേണുക, കൃഷ്ണനഗറിൽ നിന്ന് മഹുമ മൊയ്ത്ര വീണ്ടും മത്സരിക്കും എന്നതും ഇന്നലെ തൃണമൂലിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാംഗത്വം റദ്ദാക്കിയ നടപടി ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുമ മൊയ്ത്ര നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതിയിൽ വരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. സ്ഥാനാർത്ഥിത്വം വീണ്ടും പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഹർജി കോടതിയിൽ വരുന്നത്. ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത്. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, SVN ഭട്ടി എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. GN സായിബാബയെ മോചിപ്പിച്ച വിധിക്കെതിരെ മഹാരാഷ്ട്ര സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെയാണ് ഹർജി. സായിബാബയെ മോചിപ്പിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന സർക്കാർ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതിനെ തുടർന്നാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. വിചാരണ കോടതി വിധിച്ച
വിധിച്ച ശിക്ഷയ്ക്കെതിരായ അപ്പീൽ അംഗീകരിച്ചാണ് ബോംബെ ഹൈക്കോടതി സായിബാബയെ വെറുതെ വിട്ടത്. സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ശേഷം പൂക്കോട് വെറ്റിനറി കോളേജ് ഇന്ന് തുറക്കും. ഹോസ്റ്റലിൽ 5 കൂടി ക്യാമറകൾ സ്ഥാപിച്ചു. രാത്രികാലങ്ങളിലടക്കം കൂടുതൽ സുരക്ഷയൊരുക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട്. ജിൻസ് തോട്ടുംകര വിവരങ്ങളുമായി ചേരുകയാണ്. ജിൻസ്, കേരള മനസാക്ഷിയെ ഞെട്ടിച്ച തരത്തിൽ ആൾക്കൂട്ട വിചാരണ നടന്നു ആ കോളേജിൽ, ഹോസ്റ്റലിൽ എന്നതാണ് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ കൂടി സൂചിപ്പിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ കോളേജ് തുറക്കുകയാണ്. ഇത്തരമൊരു സംഭവം ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ എന്തൊക്കെ നടപടികൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട്? രേണുക, സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊടുവിലായിരുന്നു ഒടുവിൽ ഈ അന്വേഷണം CBIക്ക് വിട്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ വിവാദങ്ങളും പ്രതിഷേധങ്ങൾക്കും ഒടുവിലായിരുന്നു ഈ കോളേജ് സർവകലാശാല അടച്ചിടാൻ വേണ്ടി തീരുമാനിച്ചത്. എന്തായാലും ഇന്ന് മുതൽ റെഗുലർ ക്ലാസുകൾ ആരംഭിക്കും. എന്തായാലും ഈ കേസിൽ ഇതുവരെ 20 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ ഫോൺ കോളുകൾ അടക്കം ഇന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ മർദ്ദിച്ച ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ കൂടുതൽ കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ പരിഷ്കാരങ്ങൾക്ക് നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു. ഹോസ്റ്റൽ ചുമതലയ്ക്ക് വേണ്ടി കൂടുതൽ അധ്യാപകരെ നിയമിച്ചിരുന്നു. അതുപോലെ തന്നെ ഓരോ ഹോസ്റ്റലിലും ചുമതലക്കാരായ 4 അധ്യാപകർ കൂടി ഉണ്ടാകും. 3 നിലകളിലുള്ള ഹോസ്റ്റലിൽ ഓരോ നിലയിലും ഓരോരുത്തർക്കായിരിക്കും ചുമതലയുള്ളത്. ഒരു അസിസ്റ്റന്റ് വാർഡിന് ഹോസ്റ്റലിലെ മൊത്തം ചുമതല എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഹോസ്റ്റലിൽ കൂടുതൽ CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കോളേജിലടക്കം കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആൺകുട്ടികളുടെ ഹോസ്റ്റലിലും ഈ CCTV സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും VCയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലായിരുന്നു ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങളെല്ലാം നടത്തിയത്. എന്തായാലും ഇന്ന് ഈ കോളേജ് തുറക്കുന്നതിനാൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രേണുക, ശരി. ജിൻസ് തോട്ടുംകരയാണ് വിവരങ്ങൾ നൽകിയത്. കട്ടപ്പന ഇരട്ട കൊലപാതക കേസിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്നതിനായുള്ള തെരച്ചിൽ ഇന്നും തുടരും. കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീട്ടിലാണ് തെരച്ചിൽ നടത്തുക. കക്കാട്ടുകടയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വിജയന്റെ മൃതദേഹം കണ്ടെത്തിയത്. കേസിലെ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും. മാസപ്പിറവി ദൃശ്യമായതിനെ തുടർന്ന് സൗദി അറേബ്യയിലും UAEയിലും ഇന്നു മുതൽ റംസാൻ വ്രതാരംഭമാണ്. മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ഒമാനിൽ നാളെയാകും വ്രതാരംഭം. കേരളത്തിലും നാളെയാണ് റംസാൻ വ്രതാരംഭം. വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം.